മോസ്റ്റ്ലി കണ്ടൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് GPTs വെച്ചിട്ടാണ്. സോ ആ GPTന്ന് ജനറേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് നമ്മുടെ ഡിറ്റക്ഷൻ ടൂൾസിലിട്ട് കഴിഞ്ഞ് GPT ജനറേറ്റഡ് കണ്ടൻറ്റ് ആണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലോ അതിന് എന്തെങ്കിലും ഒരു കണ്ടൻറ് റൈറ്റിംഗ് ജോബിലുള്ള ആളാണ്, അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടൻറ്റ് സബ്മിറ്റ് ചെയ്യുകയാണ്, അതല്ല നിങ്ങളൊരു സ്റ്റുഡൻ്റാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. സോ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടൂൾസിനെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ഇതിൽ 7th പൊസിഷനിലുള്ള ടൂൾ എന്ന് പറയുന്നത് അൺഡിറ്റക്റ്റബിൾ AI എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ദെൻ ഹ്യൂംബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് 6th പൊസിഷനിൽ വരുന്നത്. 5th വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെൽത്ത് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളുണ്ട്. 4th പൊസിഷനിൽ വരുന്നത് റൈറ്റ് ഹ്യൂമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളാണ്. ഇനി 3rd പൊസിഷനിൽ വരുന്നത് humanize.ai.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്. ഇനി 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത് humanizer.pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ദെൻ ഫസ്റ്റ് വൺ എൻ്റെ ഏറ്റവും ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് TwainGPT എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. TwainGPT ഒരു അഡ്വാൻസ് ലെവൽ പാരഫ്രൈസിങ് ടൂളാണ്. നിങ്ങൾക്ക് കിഡിലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 100% ഹ്യൂമനൈസ് ആയിട്ടാണ് കിട്ടുക. നമ്മൾ എങ്ങനെ അടിച്ചു കൊടുത്താലും നല്ല കിഡിലൻ പാരഫ്രൈസ് ചെയ്തിട്ടാണ് ഇവർ തരിക. അപ്പോൾ നിങ്ങൾക്കത് ഡിറ്റക്റ്റബിളേ അല്ല. കറൻ്റ്ലി നല്ല രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ റീല് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.